പത്തനംതിട്ടയിൽ നിന്നൊരു സുഖമില്ലാത്ത വാർത്ത. പത്തനംതിട്ട ചെന്നീർക്കരയിൽ പഞ്ചായത്ത് അംഗത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി എറിഞ്ഞു എന്ന് പരാതി. നാട്ടിലെ ഒരു സംഘം പിടികൂടിയ പാമ്പിനെ ഏറ്റെടുക്കാൻ വനപാലകർ എത്താൻ വളരെ വൈകി. ഇതിൽ പ്രതിഷേധിച്ചാണ് വാർഡ് പ്രതിനിധി ബിന്ദു ടി ചാക്കോയുടെ വീട്ടിലേക്ക് പാമ്പിനെ ചാക്കിൽ കെട്ടിക്കൊണ്ടിയെന്ന് എറിഞ്ഞു കൊടുത്തത്. ഇലവന്തിട്ട പോലീസ് എറിഞ്ഞ ആളിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേർന്നു. ശ്രീജിത്തെ, ഒരു പത്തനംതിട്ട മോഡലാണല്ലോ ഇത്. ഗുഡ് മോർണിംഗ്, പറയൂ. SKN രസകരമാണ്, പക്ഷേ കുറച്ച് പേടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ് പത്തനംതിട്ട ഇലവന്തിട്ടയിൽ നടന്നിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ഇലവന്തിട്ടയിലെ ഈ വാർത്ത അത്ര സുഖകരമല്ല. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരു പെരുമ്പാമ്പിനെ അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ കാണുന്നത്. അവർ കൃത്യമായ രീതിയിൽ ഈ സാധനത്തെ പിടികൂടി, ഈ പെരുമ്പാമ്പിനെ പിടികൂടി ഒരു ചാക്കിലൊക്കെ അവർ കെട്ടി വളരെ വൃത്തിയായി സൂക്ഷിച്ചു. പക്ഷേ അരമണിക്കൂറിനകം ഫോറസ്റ്റുകാർ വരുമെന്ന് പഞ്ചായത്ത് മെമ്പർ അറിയിച്ചിരുന്നു. പഞ്ചായത്ത് മെമ്പറേയും ഈ വിവരം അറിയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായി പഞ്ചായത്ത് മെമ്പർ ഫോറസ്റ്റിനെ അറിയിച്ചു. ഫോറസ്റ്റുകാർ ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ വരുമെന്ന് അറിയിച്ചു. പക്ഷേ അതിനൊന്നും ഇവർ കാത്തു നിന്നില്ല. ഒരു 15 മിനിറ്റിനകം വന്നില്ലെങ്കിൽ ഈ പറയുന്ന വീട്ടിലേക്ക്, ബിന്ദുട്ടി ചാക്കോയുടെ വീടിന് മുൻപിലേക്ക് ഈ സാധനത്തെ കൊണ്ടുവന്ന് ഇടും, ഈ പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന് ഇടുമെന്ന് വളരെ വ്യക്തമായി തന്നെ അവർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ബിന്ദുട്ടി ചാക്കോ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. അവരുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അവരുടെ ബൈറ്റുണ്ട്. എന്തായാലും ബിന്ദുട്ടി ചാക്കോ ഇവിടെ എത്തിയിരുന്നില്ല. പക്ഷേ വീട്ടിലേക്ക് രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വീട്ടിന് മുൻപിൽ ഈ പെരുമ്പാമ്പ് കിടക്കുന്നതാണ് അവർ കാണുന്നത്. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഉടൻ തന്നെ ഈ ബിന്ദുട്ടി ചാക്കോ പോലീസിൽ പരാതി നൽകി. കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമാണ് ബിന്ദുട്ടി ചാക്കോ. CPIM പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ പെരുമ്പാമ്പിനെ കൊണ്ടുവന്നിട്ടത് എന്നാണ് അവരുടെ ആക്ഷേപം. രാഷ്ട്രീയ വിരോധം പെരുമ്പാമ്പിലൂടെ തീർത്തു എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇലവന്തിട്ട പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും പ്രതികളെ ആരെയും തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും പെരുമ്പാമ്പിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർക്ക് തന്നെ ഈ ബിന്ദുട്ടി ചാക്കോ കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പെരുമ്പാമ്പ് എന്തായാലും കാട്ടിലേക്ക് മടങ്ങി. പക്ഷേ രാഷ്ട്രീയ വിവാദം, പെരുമ്പാമ്പിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നുമില്ല. SKN. ശ്രീജിത്ത്, ഇപ്പോൾ ബിന്ദുട്ടി ചാക്കോയുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടെ പ്രേക്ഷകർ കേൾപ്പിക്കാം. ഞാൻ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറാണ്. ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ഒരു 11 മണിയോടുകൂടി വെട്ടോലിമല ഭാഗത്ത് നിന്നും എനിക്കൊരു കോൾ വരികയുണ്ടായി. അവിടെ ഒരു പെരുമ്പാമ്പിനെ കണ്ടുവരുന്നു. പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു വെയിറ്റ് ചെയ്യുകയും ഞാനിപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തു. ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ ഒരു 12-20 സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പാമ്പിനെ കാണാതെ അവരെന്നെ വിളിച്ചു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ആരോ പോയിട്ടുണ്ടെന്ന്. ഫോറസ്റ്റുകാർ എന്റെ വീട്ടിൽ വരികയും രാത്രി തന്നെ അത് ഞാൻ അവർക്ക് കൈമാറുകയും ചെയ്തു. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അവരിതിനെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ഉന്നത തലത്തിൽ ഞാൻ നടപടിയുമായി പോകുന്നതായിരിക്കും. താങ്ക് യു ബിന്ദുട്ടി ചാക്കോ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.